ഹായ് സുന്ദരീസ്, എൻ്റെ പേര് അശ്വതി. എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ 100% നാച്ചുറൽ ഹെന്ന പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ്. ഞാൻ ഓൾറെഡി ഹെന്ന പ്രിപ്പറേഷൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് എങ്ങനെയാണ് ഇത് വ്യത്യസ്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറേ കൂടി നല്ല ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ഇത് തരുന്ന ഒരു കളർ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഡാർക്ക് ബ്രൗൺ ബർഗണ്ടി കളറാണ്. സോ നരച്ച മുടിയുള്ളവർക്ക് കളർ മാറ്റാൻ വേണ്ടിയിട്ട് ഭയങ്കര നല്ലതാണ്. അത് മാത്രമല്ല, മുടി വളരാനും മുടിക്ക് നല്ലൊരു ബൗൺസി, അതായത് കുറച്ച് നല്ല ഉള്ളുള്ള പോലെ തോന്നിപ്പിക്കാനായിട്ട് നല്ലതാണ് ഈ ഹെന്ന. മാസത്തിലൊരിക്കൽ ഉപയോഗിച്ചാൽ മതി, നല്ല എഫക്റ്റീവ് ആണ് കേട്ടോ. സോ ഇതിനായിട്ട് ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് ബീട്രൂട്ടാണ്. ബീട്രൂട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞിട്ട് അത് ചെറുതായിട്ട് അരിയുക. അതിനുശേഷം നമ്മൾ മിക്സിയിലിട്ടിട്ട് ബേസിക്കലി നമുക്കിതിൻ്റെ നീരെടുക്കണം. അതിനായിട്ട് നമുക്കത് ഒന്ന് അരച്ചെടുക്കാം. ഞാൻ കുറച്ച് മാത്രം വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്, അധികം ആഡ് ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബീട്രൂട്ട് ജ്യൂസിൻ്റെ എല്ലാ ഗുണങ്ങളും വേണം. സോ ഡൈല്യൂട്ട് ചെയ്യാൻ പാടില്ല. സോ മാക്സിമം കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്തിട്ട് നമുക്ക് അരിച്ചെടുക്കാം. സോ നമുക്ക് ഒന്നില്ലെങ്കിൽ ക്ലോത്ത് വെച്ചിട്ട് അരിച്ചെടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ അരിപ്പയുടെ സഹായത്തോടു കൂടിയിട്ട് അരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പോളം ബീട്രൂട്ട് ജ്യൂസ് എടുക്കുന്നുണ്ട് കേട്ടോ. ബീട്രൂട്ട് ജ്യൂസ് നമുക്ക് മുടിയിൽ കളർ തരാനായിട്ട് ഭയങ്കര നല്ലതാണ്. അല്ലാണ്ട് തന്നെ ബീട്രൂട്ട് നമുക്ക് നല്ലതാണ്, മുടിക്കാണെങ്കിലും സ്കിന്നിനാണെങ്കിലും ഒക്കെ നല്ലതാണ്. സോ അതുണ്ട്. അതിനുശേഷം നമ്മളിവിടെ എടുക്കുന്നത് 1.5 കപ്പ് വെള്ളം അടുപ്പത്ത് വെച്ച് തിളപ്പിക്കുക. അതിലേക്ക് 3 ഗ്രാമ്പൂ ഇടുന്നുണ്ട്. ബേസിക്കലി ഗ്രാമ്പൂ നമുക്ക് നല്ല മണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇടുന്നത്, അപ്പോൾ ഓപ്ഷണലാണ് ഡെഫിനറ്റ്ലി. ആൻഡ് അതിനുശേഷം 1 പിടി ഉലുവ ഇടുന്നുണ്ട്. ഉലുവ നമുക്ക് മുടി വളരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല, മുടി നല്ല മോയ്സ്ചറൈസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് ഇത് നന്നായി തിളപ്പിക്കുക. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് ഗ്രീൻ ടീ ആണ്. ഗ്രീൻ ടീ ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ തേയില അതിടാം. ഇവിടേക്ക് ഗ്രീൻ ടീ ഉള്ളതുകൊണ്ട് അത് ഇടുകയാണ്. 2 ഇത് ഇടുന്നുണ്ട്, 2 സാഷിയോ അത് ഇടുന്നുണ്ട്. അതിന് ശേഷം 2 ടീ ബാഗ് ഇടുന്നുണ്ട്. അതിനുശേഷം നന്നായി തിളപ്പിച്ചിട്ട് ഈ 1.5 കപ്പ് എന്നുള്ളത് 1 കപ്പായി മാറണം. എന്നിട്ട് അരിച്ചെടുക്കുക. എന്നിട്ട് നമുക്കൊരു ഇരുമ്പ് ചീനച്ചട്ടി എടുക്കുക, അല്ലെങ്കിൽ ഇരുമ്പ് പാത്രം എടുക്കുക. എന്നിട്ട് നമുക്ക് മൈലാഞ്ചി വേണം. മൈലാഞ്ചി ഒന്നില്ലെങ്കിൽ കടയിൽ നിന്ന് നമുക്ക് 100% നാച്ചുറൽ മൈലാഞ്ചി മേടിക്കാൻ കിട്ടും, അതെടുക്കുക. അല്ലെങ്കിൽ വീട്ടിൽ തന്നെ മൈലാഞ്ചി പൊടിച്ചെടുക്കാം. സോ ഞാനിവിടെ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ളതാണ് എടുക്കുന്നത്. അതിനുശേഷം ഞാൻ ഷിക്കാക്കായ് പൗഡർ എടുക്കുന്നുണ്ട്. ഷിക്കാക്കായ് പൗഡർ എഗെയിൻ നമുക്ക് ആയുർവേദ ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടും, ഭയങ്കര നല്ലതാണ് മുടിക്ക്. ആൻഡ് ദെൻ നമുക്ക് വേണ്ടത് ആംല പൗഡർ, അതായത് നെല്ലിക്കാപ്പൊടിയാണ്. നെല്ലിക്കാപ്പൊടി നമുക്ക് മുടിക്കും സ്കാൽപ്പിനൊക്കെ ഒരുപാട് നല്ലതാണ്. എന്നിട്ട് നമ്മളിവിടെ ഒരു റേഷ്യോ എന്ന് പറയുന്നത്, ഒരു മൈലാഞ്ചി ഒരു 5 സ്പൂൺ എടുക്കുന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഒരു 1-2 സ്പൂൺ വീതം എടുത്താൽ മതി. ഇനി ഞാൻ ഇവിടെ കർപ്പൂരം എടുക്കുന്നുണ്ട്. അതൊരു പേപ്പറിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക. 2 കർപ്പൂരം മതി. അത് നമുക്ക് സ്കാൽപ്പിൽ എന്തെങ്കിലും ലൈക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ടാണ്. അതായത് കായ ഉണ്ടെങ്കിൽ പോവാനും, അതേപോലെ മുടിയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ പെയിനൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ നല്ലതാണ്. അതിനുശേഷം നമ്മൾ വേപ്പില, അതായത് നീം പൗഡർ എടുക്കുന്നുണ്ട്. അതും ഒരു 1-2 സ്പൂൺ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മളിവിടെ മെയിൻലി എടുക്കുന്നത്. മെയിനായിട്ട് നമുക്ക് മൈലാഞ്ചിയുടെ പൊടിയും പിന്നെ പറഞ്ഞ ബീട്രൂട്ട് ജ്യൂസാണ് മെയിനായിട്ട് വേണ്ടത്. ബാക്കിയെല്ലാം ഓപ്ഷണലാണ്. ഉണ്ടെങ്കിൽ വളരെ നല്ലത്, ഒഴിവാക്കിയാലും സാരമില്ല. അതിനുശേഷം നമുക്ക് ഈ ബീട്രൂട്ട് ജ്യൂസ് ഇട്ട് കൊടുക്കാം. ഒറ്റയടിക്ക് ഇടണ്ട, കുറച്ചായിട്ട് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇവിടെ വേണ്ടത് നല്ലൊരു പേസ്റ്റി കൺസിസ്റ്റൻസിയാണ്. അതായത് നമ്മൾ ഹെന്ന, അതായത് മൈലാഞ്ചി നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങനെ ഇരിക്കണം, ഒലിച്ചു പോകരുത്. അങ്ങനെ ഒരു പാകത്തിന് വേണം. സോ ആവശ്യത്തിനുള്ള ബീട്രൂട്ട് ജ്യൂസ് ഒഴിക്കുക. അതിനുശേഷം നമുക്ക് തേയില വെള്ളം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് നല്ലൊരു പേസ്റ്റി കൺസിസ്റ്റൻസിയിൽ വേണം. ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയിരിക്കുന്ന ഹെന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും നല്ലതാണ്, നമ്മുടെ സ്കാൽപ്പിനും മുടിക്കൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ അതിൻ്റെ കളറ് കുറച്ചൊരു ബ്രൗൺ കളറാണ്. ഇതിൻ്റെ കളറ് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ്. ഈ കളറാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം. അപ്പോൾ നിങ്ങൾ നോക്കൂ ഏത് കളറാണ് നല്ലതെന്ന് നോക്കി. ഞാൻ രണ്ടും ഇതിലും മുടിയിൽ എങ്ങനെയാണെന്ന് കാണിക്കുന്നുണ്ട്. അപ്പം മുന്നത്തെ ഹെന്ന അപ്ലൈ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് ആ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ രണ്ടും കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് ഏത് കളറാണ് കൂടുതൽ ഇഷ്ടം എന്ന് വെച്ചാൽ അതെടുക്കാമല്ലോ. ഇനി നമ്മൾ ഹെന്ന പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു, അടച്ചു വെക്കുക. ഒരു രാത്രി അങ്ങനെ ഇരുന്നോട്ടെ. ഇരുമ്പ് പാത്രത്തിൽ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇത് റിയാക്ട് ചെയ്തത് നല്ല ഗുണങ്ങളുണ്ടാവും. ഇനി ബാക്കി വന്നിരിക്കുന്നത് നമുക്ക് ബീട്രൂട്ട് നമ്മൾ അരിച്ചെടുത്തിട്ട് ബാക്കി വന്നിട്ടില്ലേ, അത് കളയണ്ട. നമുക്ക് അത് തൈരിൽ മിക്സ് ചെയ്തിട്ട് ഒരു സ്ക്രബായിട്ട് ഉപയോഗിക്കാം. അത് മുഖത്തും മേലൊക്കെ നല്ലൊരു സ്ക്രബായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. സോ അങ്ങനെ ചെയ്യാം. അത് കൂടാണ്ട് ടീ ബാഗ് നമ്മൾ ഉപയോഗിച്ചില്ലേ, അത് ഫ്രിഡ്ജിൽ വെക്കുക. തണുപ്പിച്ചതിന് ശേഷം നമ്മുടെ കണ്ണിൽ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ മുഖത്തൊന്ന് ജസ്റ്റ് ഒന്ന് അത് വെച്ചിട്ട് മസാജ് ചെയ്യുകയാണെങ്കിൽ അതും നല്ലതാണ്. സോ രണ്ടും കളയേണ്ടെന്ന് അർത്ഥം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക, നല്ലൊരു പേസ്റ്റി കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് ലൈക്ക് ബോഡിയിലും മുഖത്തൊക്കെ അപ്ലൈ ചെയ്ത് നല്ലൊരു സ്ക്രബായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി പിറ്റേ ദിവസം രാവിലെ കണ്ടില്ലേ, ഇപ്പോൾ ഒരു ഡാർക്ക് ബ്രൗൺ കളറായിട്ട് തന്നെ ഹെന്നയ്ക്ക്
ഇങ്ങനെ ലൈക്ക് ഇരുമ്പ് ചീനച്ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് കേട്ടോ. ഇനി അതില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ, സാധാരണ ഒരു പാത്രത്തിൽ വെക്കാം. ഇനി ഞാൻ ഇപ്പം മുടിയിൽ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് കാണിക്കാം. ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, അപ്പോൾ കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് സ്പീഡിലൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് കാണാൻ എൻ്റെ മുടിയിൽ ഞാൻ കുറച്ച് എണ്ണ അപ്ലൈ ചെയ്തിട്ടുണ്ട്. മുടിയൊന്ന് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടാണ്, മുടിയൊന്നും പൊട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ അപ്ലൈ ചെയ്തത്. നിങ്ങൾക്ക് മുടിയിൽ കളർ വേണ്ടെങ്കിൽ നന്നായിട്ട് എണ്ണ അപ്ലൈ ചെയ്തിട്ട് ഹെന്ന ഇടുകയാണെങ്കിൽ, മൈലാഞ്ചി ഇടുകയാണെങ്കിൽ അത്ര കളർ പിടിക്കില്ല, എന്നാൽ എല്ലാ ഗുണങ്ങളും ഉണ്ടാവും താനും. ഇനിയിപ്പോൾ ഞാൻ കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആദ്യം തന്നെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിയുടെ നടുക്കിൽ, അതായത് ക്രൗൺ ഏരിയയിൽ മുടി എടുത്തിട്ട് അതിൽ ഹെന്ന റൂട്ട് മുതൽ, ഈ മൈലാഞ്ചി റൂട്ട് മുതൽ അത് താഴെ വരെ നന്നായി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. റൂട്ടിലും അപ്ലൈ ചെയ്യണം കേട്ടോ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ മുടിയിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇനി എന്താ വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ലൈക്ക് ചുറ്റി ചുറ്റി വെച്ചാൽ മതി, അത് അങ്ങനെ ഇരുന്നോളും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇങ്ങനെ നല്ലൊരു പേസ്റ്റി കൺസിസ്റ്റൻസിയിൽ വേണം എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് അങ്ങനെ ഇരിക്കുള്ളൂ. അല്ലെങ്കിൽ ലൈക്ക് ഇങ്ങനെ വെച്ചാലും ഇതിങ്ങനെ പോവും. അങ്ങനെ പോവാണ്ട് കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നല്ലൊരു പേസ്റ്റി കൺസിസ്റ്റൻസിയിൽ വേണമെന്ന് പറയുന്നത്. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് കുറച്ച് മുടി എടുത്തിട്ട് ഇതേപോലെ ഹെന്ന അപ്ലൈ ചെയ്യണം. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ്ലി നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. കുറച്ച് നീളമുള്ള മുടിയാണ്, ഉള്ളുള്ള മുടിയാണെങ്കിൽ പറയും വേണ്ട, നന്നായിട്ട് സമയം എടുക്കും, പക്ഷേ അതിൻ്റെ ഗുണം ഉണ്ടാവും. പിന്നെ ഇത് നമുക്ക് കറുപ്പ് നിറമുള്ള മുടിക്ക് കളർ മാറുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറും. അത് നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. നമ്മൾ കുറേ നേരം വെക്കുകയാണെങ്കിൽ കളർ മാറും, കുറച്ച് നേരം വെക്കുകയാണെങ്കിൽ കളർ മാറിയെന്ന് വരില്ല. പക്ഷേ ഇതിൻ്റെ കളർ നല്ല രസമാണ് കേട്ടോ, നല്ലൊരു ബർഗണ്ടി കളറാണ്. ജസ്റ്റ് നിങ്ങൾക്ക് കളർ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ നോക്കാം. ആൻഡ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിൽ തട്ടുമ്പോൾ മാത്രമേ കളർ അറിയുള്ളൂ. വീട്ടിൽ തന്നെയാണെങ്കിൽ, അതായത് വെയിൽ തട്ടാത്ത സമയത്ത് കളറൊന്നും അറിയില്ല കേട്ടോ. നരച്ച മുടിയുള്ളവർക്ക് ഡെഫിനറ്റ്ലി നരച്ച മുടിയിൽ നല്ലൊരു ബർഗണ്ടി കളർ കിട്ടും. ആൻഡ് അത് മാത്രമല്ല, ഞാൻ വേറൊരു ഹെന്ന ഇപ്പോൾ പരീക്ഷിക്കുന്നുണ്ട്. ആ ഹെന്ന പരട്ടി കഴിഞ്ഞാൽ മുടിക്ക് കറുപ്പ് കളർ തരും. നരച്ച മുടി കറുപ്പാവുന്ന ഹെന്നയാണ് ഞാനിപ്പോൾ നോക്കണത്. അത് വർക്കൗട്ട് ആവുകയാണെങ്കിൽ അടുത്ത ഹെന്ന ഞാൻ അതേപോലെ, അതായത് അടുത്ത മൈലാഞ്ചി പ്രിപ്പയർ ചെയ്യുന്ന മുടി കറുപ്പ് കളറാക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും. ലൈക്ക് വർക്കൗട്ട് ആവുകയാണെങ്കിൽ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യാം കേട്ടോ. സോ ഇതിപ്പോൾ നല്ല രസമായിട്ടുള്ളൊരു ബർഗണ്ടി ഡാർക്ക് ബ്രൗൺ കളറാണ് തരാൻ പോണത്. ആൻഡ് നല്ല രസമാണ്, എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായി ഈ കളർ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ എന്താ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5-10 വാഷിനുള്ളിൽ ആ കളർ കംപ്ലീറ്റ്ലി പോവും. പിന്നെ ആ കളർ ഉണ്ടാവില്ല, നമ്മുടെ നാച്ചുറൽ ബ്ലാക്ക് ഹെയർ തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് പരീക്ഷിച്ച് നോക്കണോണ്ട് തെറ്റൊന്നുമില്ലല്ലോ, ജസ്റ്റ് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് പരീക്ഷിക്കാവുന്നതല്ലേ. മുടിയിൽ കംപ്ലീറ്റ്ലി അപ്ലൈ ചെയ്തു. അതിനുശേഷം ഞാനൊരു സാധാരണ പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് തലയിൽ ചുറ്റി വെക്കാൻ പോവാണ്. ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കൂ. ഞാൻ കാർട്ടിലിടാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടും. ഷവർ ക്യാപ്പ് ഉണ്ടെങ്കിൽ ഷവർ ക്യാപ്പ് ഇടാം കേട്ടോ. എന്നിട്ട് ഞാനിത് 1-1.5 മണിക്കൂർ വെക്കുന്നുണ്ട്. തണുപ്പ് പറ്റാത്ത ആൾക്കാർ അത്ര നേരം വയ്ക്കണ്ട. എനിക്ക് അങ്ങനെ പ്രശ്നമില്ലാത്തതുകൊണ്ട് ഞാൻ 1.5 മണിക്കൂറോളം വെച്ചു. ആൻഡ് തണുപ്പ് പറ്റാത്ത ആൾക്കാരാണെങ്കിൽ മാക്സിമം അരമണിക്കൂർ വെച്ചാൽ മതി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഷാംപൂ ആൻഡ് കണ്ടീഷണർ ഉപയോഗിച്ച് വാഷ് ചെയ്യാം. ഇവിടെ ഞാൻ ബാക്കി വന്നിരിക്കാൻ ബീട്രൂട്ട് പേസ്റ്റ് വെച്ചിട്ടില്ലേ, അത് നമ്മൾ മുഖത്ത് ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്, ബാക്കി ഞാൻ ബോഡിയിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. നല്ലതാണ് കേട്ടോ സ്കിന്നിന് ബീട്രൂട്ട്, എസ്പെഷ്യലി ബീട്രൂട്ടും തൈരും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മോയ്സ്ചറൈസ്ഡ് ആക്കും, നല്ല ലൈക്ക് ഒരു ഗ്ലോ ഉണ്ടാവും ഫേസിൽ. നല്ലതാണ്, ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ആൻഡ് ഷാംപൂ കണ്ടീഷണർ ഏതെങ്കിലും ഒരു മൈൽഡ് ഷാംപൂ കണ്ടീഷണർ ഉപയോഗിച്ചാൽ മതി. ഞാൻ പ്ലംബിൻ്റെ ഷാംപൂ കണ്ടീഷണറാണ് ഉപയോഗിച്ചത്. അതിൻ്റെ റിവ്യൂ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. ഞാൻ ഇപ്പോൾ അതിന് കുളി കഴിഞ്ഞതിന് ശേഷം ഒരു അലോവേറ ജെൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണില്ലേ ഒരു നല്ലൊരു ഗ്ലോ ഇല്ലേ മുഖത്ത്, ആ ബീട്രൂട്ടിൻ്റെ ഇത് അപ്ലൈ ചെയ്തിട്ടാണ്. നിങ്ങൾക്കിപ്പോൾ കാണാം കളറ് യാതൊരു വ്യത്യാസവും ഇല്ല, സാധാരണ ബ്ലാക്ക് ഹെയർ പോലെ തന്നെയാണ് തോന്നണത്. ഇനി ഞാൻ മുടി നാച്ചുറലി ഉണങ്ങിയതിന് ശേഷം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇപ്പോഴും കളറിന് വ്യത്യാസമൊന്നുമില്ല. സാധാരണ എൻ്റെ മുടി ഏത് ബ്ലാക്ക് കളറാണോ അതേപോലെ തന്നെയാണ് കാണുന്നത്. ഇനി വെയിൽ തട്ടുമ്പോൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. വെയിൽ തട്ടുമ്പോൾ നല്ല രസമായിട്ടുള്ള ഒരു ബർഗണ്ടി കളറാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഇപ്പം മുടിക്ക് നല്ലൊരു ബൗൺസി ലുക്കുണ്ട്, മുടി നല്ല ഉള്ളുള്ള പോലെ തോന്നുന്നുണ്ട്. നല്ല എന്താ പറയുക, നല്ല ടെക്സ്ചറിലൊക്കെ നല്ല മാറ്റമുണ്ട്. നല്ലതാണ്. ഇത് മാസത്തിൽ ഒരിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ, ഒരിക്കൽ മതി കേട്ടോ മാസത്തിൽ, എന്നാൽ തന്നെ നല്ല ഡിഫറൻസ് അറിയാൻ പറ്റും കേട്ടോ. വെയിൽ തട്ടുമ്പോൾ അടിപൊളി കളറല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ കാരണം. നല്ല മുടി ലൈക്ക് നല്ല ബൗൺസി ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ, ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയൂ. സോ അതാണ് ഇന്നത്തെ വീഡിയോ.
എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം, വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബിൻ്റെ അടുത്ത് ചെറിയ ബെല്ലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ. ചെയ്യട്ടെ. പടച്ചോനെ ഒന്നും പിടിച്ചതാണെങ്കിൽ അമ്മോ